ഇന്നും റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാമത്തെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുമ്പേ തന്നെ ശബരിമലയിലെത്തി സ്പോൺസർഷിപ്പുകൾ ഏറ്റെടുത്തതിന്റെ രേഖകൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ പണികൾക്കായി കയറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല 2017 ദേവസ്വം ബോർഡും ഉത്തരം പറയേണ്ടി വരും. റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിക്കുന്നതിന് 2 വർഷം മുൻപ് തന്നെ ശബരിമലയിൽ നീക്കം തുടങ്ങിയതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന്. 2017 മണികൾ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ശബരിമലയിൽ പുരാതനമായ 2 കൂറ്റൻ മണികളും 4 കമ്പവിളക്കുകളും സ്പോൺസർ ചെയ്യാൻ അഭിഭാഷക കമ്മീഷണർ അഡ്വക്കേറ്റ് ASP കുറുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ പാളികൾ കടത്താൻ കയറ്റിയത് എന്ന UDF-ന്റെ പ്രതിരോധത്തെ ദുർബലമാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ തെളിവുകൾ. 2017 UDF-ന്റെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്ന കാലത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അത് രേഖാമൂലം ദേവസ്വം ബോർഡ് പ്രൊസീഡിംഗ്സ് ആയിട്ട് ഇറക്കി. ASP കുറിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടു. വളരെ നിർണായക വിവരമല്ലേ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്? TV പ്രസാദ്. ഉറപ്പായും അരുൺ, 2019 ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പടിയിലെ പാളികളും കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ തന്നെ ശബരിമലയിൽ കാര്യങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2017 ഏപ്രിൽ മാസം 27-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ 2 പടുകൂറ്റൻ മണികൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഉത്തരവിന്റെ തൊട്ട് മുമ്പായി അഡ്വക്കേറ്റ് ASP കുറുപ്പ്, നമുക്കെല്ലാവർക്കും അറിയാം, കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി അടക്കം അവിടെ അഭിഭാഷക കമ്മീഷണറായിരുന്ന ആളാണ്. അഭിഭാഷക കമ്മീഷണർ തന്റെ ഹൈക്കോടതിയിൽ കൊടുത്ത അന്തിമ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു അരുൺ. അതായത് മണികൾ മാറ്റാനുള്ള കാരണമാണ് പറയുന്നത്. ഔട്ട് ഓഫ് ദ 4 pillars, 3 of the pillars were remaining as broken and in a dangerous condition, which could have fallen at any time, resulting in grave injury and death of many devotees standing around it. അതായത് 10 പഴക്കമുള്ള മണി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന സമയത്ത് തന്നെ, ആ കാലയളവിൽ തന്നെ പൊളിഞ്ഞു വീഴും, ഭക്തർ മരിച്ചേക്കാം എന്ന് പറയുന്ന റിപ്പോർട്ട് തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പിന്നീടുണ്ടായിരുന്നു. അഭിഭാഷക കമ്മീഷനിലേക്ക് പോകാം. I was in search of some dedicated sponsors for this purpose, and by the blessing of Lord Ayyappa through the effort made by പരുമല അനന്തനാചാരി, I have contacted Mr. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടുന്നതും അഡ്വക്കേറ്റ് ASP കുറുപ്പാണ്. അരുൾ, ഓർക്കണം, ഇതിന്റെ തീരുമാനം വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെയ്യിക്കുന്നത് 2017 ഏപ്രിൽ മാസം 27-ാം തീയതി. അതിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് UDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാകുന്നു, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് LDF മാത്രമല്ല കൂട്ടുനിന്നത്, പോറ്റിയെ ഉപയോഗിച്ചുള്ള കച്ചവടം നേരത്തെ തന്നെ UDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയും ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളിലേക്കാണ് വരുന്നത്. അരുൺ, ഇതിലൊരു ഗുരുതരമായ കാര്യമുള്ളത് നേരത്തെ നമ്മൾ കൊടിമരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മണികളുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ കാരണമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി നിയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അവിടെ നിന്ന് മാറ്റുന്നു. ഇനിയിപ്പോൾ മാറ്റിയ പഴയ 2 കൂറ്റൻ മണികൾ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. അരുൺ, ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തേക്ക് വിളിച്ചു വരുത്തി സ്വർണ്ണമോഷണം നടത്തി എന്നുള്ള വലിയൊരു ആരോപണം പൊളിക്കുന്നതല്ലേ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ കത്ത്?